ഹായ് വെൽക്കം. ഞാൻ ദിലീപ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു സ്പെഷ്യൽ ഫുഡുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ചില്ലി ചിക്കനാണ്. ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു ഫുഡ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ആദ്യം നമുക്ക് ഒരു പാൻ എടുക്കാം. പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു 1/2 കിലോ ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിലേക്ക് ഞാനിവിടെ ഒരു സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം നമുക്ക് ഒരു 1.5 സ്പൂണ് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു സ്പൂണ് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഓക്കെ മറക്കരുത്. ശേഷം നമുക്ക് ഒരു 2 സ്പൂണ് കോൺഫ്ലവർ. ഓക്കെ, അതിലേക്ക് ഒരു മുട്ട കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. ഓക്കെ, മസാലയൊക്കെ ഒന്ന് ചിക്കനിലേക്ക് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കാം. ഞാനിവിടെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരു 2-3 പച്ചമുളകും കൂടെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ക്യാപ്സിക്കം സബോളയൊക്കെ വേണം. ഞാനിവിടെ 2-3 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഗ്രീനും യെല്ലോയും റെഡും എല്ലാ കളറും എടുത്തിട്ടുണ്ട്. കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഗ്രീൻ കളർ നമുക്കിതുപോലെ ഒന്ന് സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. യെല്ലോയും റെഡ് ക്യാപ്സിക്കം അതുപോലെ തന്നെ സബോളയും ഇതുപോലെ ഒന്ന് സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്പ്രിംഗ് ഒനിയനാണ് കേട്ടോ. സ്പ്രിംഗ് ഒനിയൻ്റെ അടിഭാഗത്ത് ഉള്ളത് നമുക്കിതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ തന്നെ എടുക്കാം. പിന്നെ ഗ്രീൻ കളറുള്ള മുകൾ ഭാഗം നമുക്ക് സെപ്പറേറ്റ് വേറെ കട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂണ് കോൺഫ്ലവർ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇത് നമുക്ക് ഗ്രേവി നമ്മുടെ ചില്ലി ചിക്കൻ്റെ ഗ്രേവി ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഗ്രേവി ഒരുപാട് ചാറില്ലാതെ കുറുകി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ശേഷം നമുക്ക് മസാലയൊക്കെ തിരുമ്മി വെച്ച ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഫ്രൈ ആവണ്ട, ഒരു മീഡിയം ലെവലിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്ക് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി മാറ്റാം. ഈ ഒരു കളർ ഈ ഒരു പരുവായി കിട്ടിയാൽ മതി. ഒരുപാടങ്ങ് മൊരിഞ്ഞ് വരരുത്. ഇതുപോലെ ഒന്ന് ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതെടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അതേ പാനിൽ തന്നെ എത്ര എണ്ണ ആവശ്യമില്ല, കുറച്ചെണ്ണ മാറ്റിയതിന് ശേഷം നമുക്ക് അതേ എണ്ണയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അതിലേക്ക് തന്നെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, സബോള, സ്പ്രിംഗ് ഓനിയൻ ഇത്ര സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടൊന്നും വെന്ത് പോകരുത്. ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും വെന്ത് പോകില്ല. നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ ഒരുപാടൊന്നും ക്യാപ്സിക്കം ഒന്നും ഒരുപാട് വെന്ത് പോകരുത്. അതിൻ്റെയൊക്കെ മുകൾ ഭാഗവും ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. ഓക്കെ, ഒരുപാട് വെന്ത് പോകരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം
ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കതിലേക്ക് ഒരു 1.5 സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 സ്പൂണ് ചില്ലി സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 സ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, കുറച്ച് കുരുമുളക് പൊടി, ഒരു സ്പൂണ് കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് ചൂടായി വന്നാൽ മതി, ഒരുപാടൊന്നും ഇട്ട് വേവിക്കരുത്. നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട. അപ്പോൾ അത്യാവശ്യം ആവശ്യമുള്ളവർ, നമുക്ക് ചെറിയ ഗ്രേവിയിലാണ് ഞാൻ എടുക്കുന്നത്. ഒരുപാട് ഗ്രേവി വേണ്ടവർക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ അത് കുറച്ച് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഒന്ന് നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അത്യാവശ്യം ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇപ്പം തന്നെ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയൻ്റെ അറ്റത്തെ ഭാഗം, ഗ്രീൻ കളറുള്ള ഭാഗം നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. നമ്മൾ ചിക്കൻ ഒന്ന് വറുത്തെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വളരെ ഹൈ ഫ്ലെയിമിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്നായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കമൻറ്റ് വഴിയൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.